കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ഒരു ധൂമകേതു കത്തി അമരുകയാണ്. വളരെ ഹ്രസ്വമായ ഒരു കാലയളവിനുള്ളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ ജീവിതത്തിലും സമാനതകളില്ലാത്ത വിധം ജ്വലിച്ചുയർന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലേക്കും ഇടക്കാല തെരഞ്ഞെടുപ്പിലൂടെ പാലക്കാട് നിന്നുള്ള നിയമസഭാംഗമായും തെരഞ്ഞെടുക്കപ്പെടുകയും കോൺഗ്രസിന്റെ പരമ്പരാഗത നേതൃത്വത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുകയും ചെയ്ത നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. സമീപകാലത്ത് വാർത്തകളുടെ കേന്ദ്രസ്ഥാനത്ത് ഇടം പിടിച്ച ലൈംഗിക അതിക്രമ ആരോപണ പരമ്പരകളുടെ സ്വാഭാവിക പരിണാമം എന്ന പോലെ ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചതോടെ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഈ ഉൽക്ക കത്തി അമരുകയാണ്. അത് ഭൂമി തൊടും മുമ്പ് അന്തരീക്ഷത്തിൽ തന്നെ കത്തി അമരുമോ അതോ പൂർണ്ണമായും കത്തി അമരാത്ത അവശിഷ്ടങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ അത്യാഹിതങ്ങൾക്കായിരിക്കും വഴിവെക്കുകയെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. മനസ്സിന്റെ സമനില തെറ്റിയ ഒരു ലൈംഗിക വേട്ടക്കാരൻ രാഷ്ട്രീയ നേതാവിന്റെ പരിവേഷം കൊണ്ട് സമൂഹത്തിൽ സൃഷ്ടിച്ച കുറ്റകൃത്യ പരമ്പരകളെ ആധാരമാക്കി നിർമ്മിക്കാവുന്ന ഒരു തട്ടുപൊളിപ്പൻ ഹോളിവുഡ് ക്രൈം ത്രില്ലറിന്റെ എല്ലാ ചേരുവകളും ഉൾപ്പെട്ടതാണ് മാങ്കൂട്ടത്തിന്റെ ഹ്രസ്വ രാഷ്ട്രീയ ജീവിതം. അത് അയാൾ നിയമത്തിനും സമൂഹത്തിനും മുന്നിലും ഉത്തരം പറയേണ്ട വിഷയം. എന്നാൽ ഇത്തരം ഒരു കുറ്റവാളിയെ അറിഞ്ഞുകൊണ്ട് സംരക്ഷിക്കുകയും സമൂഹത്തിനു മുന്നിൽ മാന്യതയുടെ പരിവേഷം സ്വന്തം നിലനിൽപ്പിന് പോലും വില കൽപ്പിക്കാത്ത കൽപ്പിച്ചു നൽകിയ കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതൃത്വവും ഇന്ന് കേരളത്തിന്റെ മുന്നിൽ നഗ്നമാക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയും സംരക്ഷണയിലുമാണ് മാങ്കൂട്ടത്തിൽ എന്ന കുറ്റവാളി പാർട്ടിയെയും സമൂഹത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ലൈംഗിക ക്രിമിനൽ സിൻഡിക്കേറ്റിന് പാർട്ടിയുടെ തണലിൽ സുരക്ഷിത സങ്കേതമൊരുക്കിയതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്നത്. ഒരു സാധാരണ ലൈംഗിക കുറ്റവാളി എന്നതിനേക്കാൾ രാഷ്ട്രീയത്തെ തന്റെ കുറ്റകൃത്യങ്ങൾക്ക് മറയാക്കി വളർത്തിയെടുത്ത വികല മനസ്സിന്റെ ഉടമ എന്ന നിലയിൽ മനഃശാസ്ത്രപരമായ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട പ്രതിഭാസമായി വേണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനൽ വിലയിരുത്തപ്പെടേണ്ടത്. സമൂഹ മാധ്യമങ്ങളുടെ സാധ്യതകൾ കൗശലത്തോടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ ലൈംഗിക വേട്ടക്കാരൻ എന്ന തന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വേദി ഒരുക്കിയത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള ഇയാളുടെ വളർച്ചയുടെ വഴികൾ അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പണമൊഴുക്കി വ്യാപകമായ കൃത്രിമം കാട്ടിയാണ് ഇയാൾ വിജയം ഉറപ്പുവരുത്തിയതെന്ന് അന്നു തന്നെ ആരോപണം ഉയർന്നിരുന്നു. അതിനെതിരെ ഉയർന്ന പരാതികളെ സമൂഹ മാധ്യമങ്ങൾ വഴി നിഷ്പ്രഭമാക്കാനും ആ സംഘടനയുടെ ആഭ്യന്തര ജനാധിപത്യത്തെ ഫലപ്രദമായി അട്ടിമറിക്കാനും അയാൾക്ക് കഴിഞ്ഞു. അതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ അപ്പാടെ അവഗണിച്ച കോൺഗ്രസ് നേതൃത്വം ആ കുറ്റവാളിക്ക് സമൂഹത്തിൽ മാന്യതയും സംരക്ഷണവും ഒരുക്കി നൽകി. അതാണ് പാർട്ടിക്കും നേതൃത്വത്തിനും അതീതനായി അയാളുടെ കുറ്റകൃത്യ പരമ്പരകൾക്ക് വഴിയൊരുക്കിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇയാൾക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങളെ പരിഹാസപൂർവ്വം തള്ളിക്കളയാനും രാഷ്ട്രീയ സംരക്ഷണ കവചമൊരുക്കാനും കേരളത്തിലെ ഒരു പറ്റം സമുന്നത കോൺഗ്രസ് നേതാക്കൾക്ക് ലജ്ജയോ മനസാക്ഷി കുത്തോ തെല്ലും ഉണ്ടായിരുന്നില്ല. തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അയാളുടെ സമൂഹ മാധ്യമ പോരാളികൾ കടന്നാക്രമിച്ചു. അയാൾക്കെതിരെ പരാതി ഉന്നയിച്ച ഇരകൾക്കെതിരെ നടന്ന സമൂഹ മാധ്യമ ആക്രമണമാകട്ടെ എല്ലാ നിയമവ്യവസ്ഥകളെയും കാറ്റിൽ പറത്തി. ഹൂ കേസ് എന്ന അയാളുടെ ഇപ്പോൾ കുപ്രസിദ്ധി ആർജിച്ച പ്രതികരണം താൻ എല്ലാ നിയമങ്ങൾക്കും അതീതനാണെന്ന ധാർഷ്ട്യത്തെയാണ് തുറന്നു കാട്ടിയത്. സമൂഹത്തിനും തന്റെ പാർട്ടി നേതൃത്വത്തിന് തന്നെയും എതിരായി യുദ്ധമുഖം തുറക്കാൻ പാർട്ടിയുടെ തന്നെ സമൂഹ മാധ്യമ വിഭാഗത്തെയാണ് അയാൾ വിദഗ്ധമായി ഉപയോഗിച്ചിരുന്നത്. കോൺഗ്രസ് പാർട്ടിയെയും അതിന്റെ നേതൃത്വത്തെയും ബന്ദികളാക്കാൻ മനോനില തെറ്റിയ ഒരു കുറ്റവാളിക്ക് കഴിഞ്ഞുവെന്നത് ആ പാർട്ടിയിൽ ആഴത്തിൽ വേരോട്ടമുണ്ടാക്കിയ ധാർമ്മിക ച്യുതിയെയും ജീർണതയെയുമാണ് തുറന്നു കാട്ടുന്നത്. നിയമത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാങ്കൂട്ടത്തിന്റെ എല്ലാ ശ്രമങ്ങളും അവസാനിച്ചിരിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വം ജനപ്രതിനിധി പദവികൾ നൽകിയ മാന്യതയുടെ പരിവേഷത്തിൽ അയാൾ നടത്തിയ ലൈംഗിക കുറ്റകൃത്യ പരമ്പരകൾ കാത്തുവെക്കുന്ന ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കോൺഗ്രസിന്റെ കുപ്പായമണിഞ്ഞ അയാളുടെ സംരക്ഷകർ പരസ്യമായി അയാളെ തള്ളിപ്പറഞ്ഞാലും പരോക്ഷമായ പിന്തുണയും സഹായവും അയാൾക്കുണ്ടാകും. ചുരുങ്ങിയ കാലം കൊണ്ട് അയാൾ കെട്ടിപ്പടുത്ത കുറ്റവാളി സംഘങ്ങളും അടങ്ങിയിരിക്കുമെന്ന് കരുതേണ്ട. പൊതുജീവിതത്തിന്റെ മറയിൽ ഇയാൾ കെട്ടിപ്പൊക്കിയ കുറ്റവാളി സംഘത്തെ അടക്കം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞുവെന്നത് അഭിനന്ദനാർഹമാണ്. കേരള സമൂഹത്തിന്റെയും രാഷ്ട്രീയ ജീവിതത്തിന്റെയും ഉന്നത മൂല്യങ്ങളെ ചവിട്ടിമെതിച്ച കുറ്റവാളികൾക്ക് അവരുടെ കുറ്റകൃത്യത്തിന് അനുരോധമായ ശിക്ഷ ഉറപ്പുവരുത്തേണ്ടത് സാമൂഹ്യ ജീവിതത്തിന്റെ കെട്ടുറപ്പിനും ഉന്നത രാഷ്ട്രീയ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും അനിവാര്യമാണ്. അത് വിജയകരമായി നിറവേറ്റാൻ ഉത്തരവാദപ്പെട്ട പ്രോസിക്യൂഷനും നീതിന്യായ വ്യവസ്ഥയ്ക്കും കഴിയുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.